പിന്നെ ഈ പൈസ നമ്മൾ ഉപയോഗിച്ചിട്ടില്ല. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇതായിട്ടാണല്ലോ വരുന്നത്. 10 പൈസ, ഈ 10 പൈസ ഞാൻ കട്ടിട്ടില്ല, കക്കേണ്ടി വന്നിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ആ സമയത്ത് ധന ക്രയവിക്രയത്തിന്റെ സമയമാകുമ്പോഴേക്കും ഈ 10 പൈസ എന്ന് പറഞ്ഞ പൈസകള്, അതുപോലെ 3 പൈസ, ഇത് 3ആണ്, ക്ലിയർ ആവുന്നില്ല അല്ലേ? 3 പൈസ, അതുപോലെ 5 പൈസ. നമുക്ക് ഫ്രണ്ട് ക്യാമറ എടുത്തിട്ട് ഒക്കെ ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാൻ നോക്കാം. 50 പൈസയും ഇതും, ഇത് 2 പൈസ, ഇത് 2 പൈസ. ഇതൊന്നും നമ്മൾ അന്ന് കണ്ടില്ല, പക്ഷെ ഇന്ന് കക്കണുണ്ട് കേട്ടോ. ഇന്ന് എങ്ങനെ കക്കണെന്നുള്ളത് നിങ്ങൾക്ക് കഥ പറഞ്ഞുതരാം. ആ കഥയും കൂടെ പറഞ്ഞുതരാം. കാരണം ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൈസേന്റെ വില ശരിക്കും അറിയണം. അപ്പൊ ഇന്ന് ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കള്ളന്, ആന കള്ളന്, ആ പഴയ കള്ളത്തരത്തിൽ നിന്ന് വേറൊരു വിധത്തിലുള്ള കള്ളനായിരിക്കും മാറ്റി. പക്ഷെ അത് ഗവൺമെന്റ് അറിവോട് കൂടിയിട്ടുള്ള കള്ളനാട്ടാ. അതും കൂടെ നോക്കണം. അറിവ്, അതായത് നമ്മള് ഇന്നും ആ കളവ് തരുന്ന സംഭവം ഉണ്ടല്ലോ, ചെറുപ്പത്തിൽ കണ്ടിട്ടുണ്ടെങ്കിൽ പറഞ്ഞു, ചെറുപ്പത്തിലുള്ള ശീലം മനുഷ്യൻ മറക്കുമോ മനുഷ്യനുള്ള കാലം എന്ന് പറയില്ലേ, കാണിച്ചു തരാം. അങ്ങനത്തെ കുറെ ഉദാഹരണങ്ങൾ പറഞ്ഞുതരാം.